ഹലോ ഹലോ. അപ്പൊ ഞങ്ങള് തച്ചമ്പാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈറ്റ് വിസിറ്റിംഗ് ഉണ്ട്. അതായത് സൈറ്റ് അവിടെ വീട് പണിയണം എന്നാണ് അവർ പറയണത്. ആദ്യം സൈറ്റ് പോയി നോക്കണല്ലോ, എന്നിട്ട് ആ സൈറ്റിലേക്ക് ഒരു പ്ലാൻ സെറ്റ് ചെയ്യണം. ആദ്യം സൈറ്റ് എങ്ങനെ ഉണ്ട് എന്ന് പോയി നോക്കട്ടെ. അപ്പൊ അവിടെ നമ്മളെ ക്ലൈന്റ് കാത്തുക്കുണ്ട്, പോയി നോക്കാം. നിങ്ങളൊക്കെ ഒരു ഭാഗ്യം നോക്കണേ. ക്യാമറാമാൻ സെജിലാന്റെ ഒപ്പം സൈനിങ് ഓഫ്. സൈനിങ് ഓഫ്. സെജിലാശ്വറിന്റെ ഒപ്പം ക്യാമറമാൻ ഷീബ. ക്യാമറമാൻ അങ്ങനെയല്ല, ഞങ്ങളൊരു ഫണ്ട് അടിച്ചത്. മാറിപ്പോയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഒരാള് മെയിൻ ചെറിച്ചാണ്. ഈ ചപ്പത്തില് പിന്നെ ദിലീപ് അല്ലേ, എന്തോ എന്റെ പേരാ തടിച്ചിട്ടുള്ള ഒരു നടല്ലേ? ജോജോ അല്ല, മമ്മൂട്ടിന്റെ ഒപ്പമുള്ള വേറെ ചങ്ങായിന്റെ പേരെന്താ? മോഹൻലാലോ? ആ, മോഹൻലാലിന് ഓന്റെ ഒരു സിനിമ ഉണ്ടല്ലോ. മോഹൻലാലിനെ അറിയില്ല എന്നൊക്കെ മോഹൻലാലിനെ അറിയാത്ത ഒരു മലയാളി സജിലാ ഷെറി. അല്ല, പേര് കിട്ടായിട്ട് പിന്നെന്താ നിങ്ങളായിട്ട് പൊങ്കലടിച്ചായിരുന്നു. അപ്പൊ ഞങ്ങള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഗൈസ്. ചൂരിയോട് പാലം കഴിഞ്ഞു. ചൂരിയോട് പാലത്തിന്റെ മുകളിൽ. ഞങ്ങൾക്ക് നാളെ ലീവില്ല ഗൈസ്. അതെ, നാളെ ഞങ്ങള് ഞായറും വർക്കാണ്. അതെ, ഞങ്ങൾക്ക് ഞായറ് ശനി തിങ്കൾ ചൊവ്വ ഒന്നുമില്ല, എല്ലാ ദിവസവും വർക്കും. അതെ. കണ്ണേട്ട താടി നേരാക്കിക്കാണ്, അതാണ് കുറച്ച് ഗമയിലിരിക്കണത്. നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയണ്ടിട്ടില്ലേ? പിന്നെ എന്താ കണ്ണേട്ട മുടി വളർത്ത് പറഞ്ഞിട്ട് വല്ല കാട്ടുമാക്കാനെ വരിയായിരുന്നു. ഏട്ടാ അതിനൊന്ന് തിരിച്ചു വെച്ചു. ഇത് പറയണൊക്കെ അടുത്തേ അയ്യാട്ടോ കാടൊക്കെ വെട്ടിത്തെറിച്ചൊന്നും. പക്ഷെ താടി കളഞ്ഞ് താടി പോയി. അങ്ങോണ്ടാണ്ട് ആകപ്പാടൊന്നും ശരിയായി. എന്താണ് ഇപ്പൊ എന്നോട് ചോദിക്കാണ് ഇന്റെ ഇമ്മയാണോ ഉജ്ജെന്ന്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണു? അന്നന്റെ കുട്ടിയായിട്ടൊക്കെയാണ് കാണുന്നത്. ചേച്ചിന്ന് വന്ന് കണ്ടത്, അന്നെ കണ്ടപ്പോ ഒരു 10 വയസ്സ് കുറഞ്ഞിട്ടോ. ചെറുതായിട്ട് നല്ല മാറ്റുന്നു. ഞാൻ കണ്ടത് എന്താ മുട്ടേ ആ മറ്റേ കാട്ടുമാക്കാന്റെ രൂപത്തിൽ നിന്ന് പോകുന്നുണ്ടോ? അപ്പൊ ഇത് സംഭവം തന്നെയല്ലേ? ഓ, എന്താണ് ഓന്ന് പറ്റില്ല, അനക്ക് പറ്റിയില്ല, ഇച്ചോട്ടിക്ക് പറ്റിയില്ല, ഇച്ചോട്ടിക്ക് ഇത് പറ്റിയില്ല പറഞ്ഞത്. കിടക്കാണ്. അയ്യോ, ചേച്ചിന് ഇവിടെ ഒരു കടി. ഹലോ പറഞ്ഞ. ഹലോ പറ ഹലോ ഹലോ പറയൂ. ഞങ്ങൾക്ക് ചെറിയ തന്നെ ഹലോ പറഞ്ഞ. കണ്ണെവിടെ? കണ്ണ് ഓനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചാൻ നിർത്തി. അതെ, ഞങ്ങള് ഏകദേശം തച്ചമ്പാറെത്തി ഗൈസ്. ഏകദേശം തച്ചമ്പാറ പഞ്ചായത്തിന്റെ മുമ്പിലെത്തി. തച്ചമ്പാറ. ഓ, എവിടെ? തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത്. മിന്നു യാറിട്ടവിടെ നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് അതാ കാണുന്നു പെർഫെക്റ്റ് ബിൽഡേഴ്സ്. ഉമ്മാനെ വിളിച്ചു. അതാ സോളാറിന്റെ പണി കഴിഞ്ഞിട്ടില്ലെങ്കിലും നേരം മറിച്ചാകുമ്പോ തുടങ്ങിയതാ പാവത്. പെർഫെക്റ്റ് ബിൽഡേഴ്സ് മണക്കാട്. കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ 97 47 38 79 73 75 61 86 14 46. കൺസ്ട്രക്ഷൻ വർക്ക് ഏത് വേണമെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നു. ആയിരത്തി 500 ഉദ്ദേശിക്കുന്നത് 2 ബെഡ്റൂമും മേലെയും വേണം, താഴെയും വേണം. പിന്നെ ഒരു ഹാളും സിറ്റ് ഔട്ടും ഡൈനിങ്ങും പിന്നെ മേലെ ബാൽക്കണിയും ഒക്കെ വേണമെന്ന് പറയുന്നത്. ഒരു ഇന്നത്തെ മോഡലിലുള്ള ഒരു വീടാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്ഥലം കണ്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യും? പ്ലാൻ എടുത്ത്
അത് കഴിഞ്ഞിട്ട് 3D സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കും. ഞങ്ങളങ്ങനെ പോയി നോക്കി തിരിച്ചു വന്നു. തിരിച്ചിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു. നേരെ വീട്ടിലോട്ട്. യെസ്, ഇനി എല്ലാരും ഒന്ന് അവരവരെ കൂടണം ചെയ്യാം. ഏരിയയിലൊന്ന് കൊണ്ടുപോയി തട്ടി എല്ലാരും അവനെ കൂട്ടക്ക് പോയിട്ട് മുളഞ്ഞോളി. എല്ലാരും ഒന്നാണ്ട് തട്ടി കഴിഞ്ഞാൽ എനിക്ക് എന്റെ വഴിക്ക് പോവാം. ഓ, ഇപ്പൊ എന്തായി? ഇങ്ങോട്ട് കാണിച്ചോ. ഇതിപ്പോ ഇത് രാവിലെ അങ്ങോട്ട് വരും. എന്നിട്ട് പിന്നെ എന്നിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അത് ഇത് അതൊന്നല്ല സംഭവം. നമ്മളിതിന്ന് സ്കൂട്ടർ അടിച്ചാലും അത് പറ്റൂല, അത് വന്നേ പറ്റുള്ളൂ അറിയാം. എന്നിട്ട് ഞമ്മള് അങ്ങനെ അതിലേക്ക് പറയാണ്ട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു. അല്ല, ഇതെങ്ങനെയെന്നറിയോ? എന്നാ ഇല്ലാതെ എന്തെങ്കിലും ചെയ്യില്ല. വന്നാലോ അവിടെ എത്തോളം അപ്പത്തല്ലേ. അതാണ്. അപ്പൊ ഇതിനെന്ത് പറയാൻ പറ്റും? ഒന്നുമില്ല, വണ്ടി നിർത്തിട്ട് ഒരൊറ്റ കയറണ്ട്. പൂതിയൊക്കെ ഉണ്ട്, പൊന്തുണ്ട്. എന്താന്നറിയോ, ഇപ്പൊ ധൈര്യാണ്. കാരണം അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. എന്താ പറയാനുള്ളത്? അത് അത്രേ ഉള്ളൂ. പണ്ടാർന്ന് വെച്ചാൽ പറയില്ല, കാരണം ഞങ്ങൾ വഴി നിൽക്കുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ലൈസൻസ് ഉണ്ട്. ഇപ്പൊ വണ്ടി ഓടിക്കാൻ അറിയില്ല, വണ്ടി ഓടിക്കലൊക്കെ മറന്നു. ഇല്ലട്ടോ. ഇല്ലല്ല, ഇപ്പൊ എന്റെ വണ്ടി ഓടിക്കണ ഒരു വീഡിയോ പോലും ആരും കണ്ടിട്ടില്ല. എന്താ മറന്നു? ഇന്നാള് ഓടിച്ചപ്പോണ്ടേ ഗീർ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ ആകെ ഇടങ്ങേറായിക്കണുമ്പോഴേ ഗീർ മാറ്റുമ്പോ ക്ലച്ച് ഔട്ടാതെ അത് കണ്ണേട്ടൻ പിന്നെ ഇതിലെ എന്താ ഗീറൊന്നും മാറ്റണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി ഓട്ടി പറഞ്ഞിട്ട് ഗീർ ഇതാക്കാൻ അറിയാം. നമ്മളെ ഞാനും എടുത്തിട്ട് കാട്ടാണേ ഗീറ് പിന്നെ ചവിട്ടാതെ ഗീർ മാറിപ്പോയി കാര്യം ചിറിച്ച് വെച്ച് മാറ്റാ ക്ലച്ച് ചവിട്ടിട്ട് ഗീറ് മാറ്റണില്ല. പിന്നെ നോക്കുമ്പോ വെറും ഫസ്റ്റിലൊക്കെ പോടും. മറ്റേതില് ഡ്രൈവ് മൂഡ് ഇട്ടിട്ട് പോണ മാതിരി ഫസ്റ്റിലിട്ടിട്ട് വിളിച്ചിട്ട് പോടണ്ടേ. പിന്നെ ഒന്ന് വീഡിയോ കാണിച്ചു കൊടുക്കട്ടോ ആൾക്കാർക്ക്. പിന്നെന്താ വണ്ടി ഓടിക്കണത് അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അട്ടപ്പാടിക്ക് പോയപ്പോ കണ്ണേട്ടൻ വണ്ടി ഓടിച്ചിന്റെ ഒരു വീഡിയോ ഉണ്ട് എന്റെ അടുത്ത്. ഞാൻ അത് ഇടൂല കരുതിയത്, അത് ഇടുണ്ട്. ചിലപ്പോ ഇതില് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇടാ. ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോണ്ട വണ്ടി ഓടിക്കണത്. ആ വണ്ടി എന്നോട് കൊറേ സങ്കടങ്ങൾ പറഞ്ഞു ഞാൻ ഓടിക്കുന്ന സമയത്ത്. ഇവിടുന്ന് അതുവരെ ബാക്കിലിരുന്ന ഞാൻ കുറച്ച് സങ്കടങ്ങൾ പറഞ്ഞു. ഞാനും എന്റെ ഓടിക്കുമ്പോഴല്ലേ ഞാനും എന്റെ കുട്ടീനെ അയ്യോ ഓടിക്കുമ്പോ ഞാനും അന്തം മുട്ടു. എന്തൊരു ഇടങ്ങേറാണ് വണ്ടീനെ ഇടങ്ങേറാക്കുന്നു. അയ്യോ. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ടാറ്റാ. ബൈ സീ യു. ടാറ്റാ റിങ്ങണേട്ടാ. ചേച്ചി ബൈ പറയോ? സ്വത്തു ബൈ ടാറ്റാ. ഞങ്ങക്ക് ഒരു മൂഡ് വരണം എന്നാലേ ഓനെ സസ്യക്ക് വളർന്നുണ്ടായിച്ചോണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞോണ്ട്